നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ. എന്തൊക്കെയാണല്ലേ വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കാൻ കുറെ മാപ്രകൾ, അതിന് വിശദീകരണം കൊടുക്കാൻ വേറെ ചില ആളുകൾ. എന്ത് അത്യാവശ്യമാണ് ഇതൊക്കെ? കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നു. അവിടെ 2 പരിപാടികളുണ്ടായിരുന്നു. ഒന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയായിരുന്നു, 4 ട്രെയിനുകളും മറ്റുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, അതിൽ എന്തെങ്കിലും വിവാദമുണ്ടായോ? എന്തെങ്കിലും പേരിനെങ്കിലും ഒന്നും ഉണ്ടായില്ല. അവിടെ യാതൊരു വിവാദവും ഇല്ലായിരുന്നു. ആർക്കെങ്കിലും കൈ കൊടുത്തെന്നോ കൈ കൊടുത്തില്ലെന്നോ, കെട്ടിപ്പിടിച്ചെന്നോ കെട്ടിപ്പിടിച്ചില്ലെന്നോ, ഷാൾ അണിയിക്കാൻ വേണ്ടി നിന്ന് കൊടുത്തില്ലെന്നോ, ഉപഹാരം കൊടുക്കാൻ നേരത്ത് വേറൊരാൾ മേടിച്ചു കൊടുത്തെന്നോ, കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ, അങ്ങനെ യാതൊരു പരാതിയോ വിവാദമോ ഇല്ലാത്ത പരിപാടിയായിരുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി. അടുത്ത എന്തായിരുന്നു? BJP നടത്തിയ അവരുടെ പാർട്ടി പരിപാടി. അതുമാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമാണ് BJP-കാരനായിട്ടുള്ള, അവിടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കൂടിയല്ല നരേന്ദ്രമോദി അവിടെ പങ്കെടുത്തത്, BJP-യുടെ ഒരു കാര്യകർത്താവ് എന്ന നിലയിൽ കൂടിയാണ്. അത് അവരുടെ പരിപാടിയായിരുന്നു, രണ്ടാമത്തെ പരിപാടി. അവിടെ അവരുടെ കൗൺസിലർമാർക്ക് കൈ കൊടുത്തെങ്കിലെന്ത്, കൈ കൊടുത്തില്ലെങ്കിലെന്ത്, ഷാൾ അണിയിച്ചില്ലെങ്കിലെന്ത്, ഇല്ലെങ്കിലെന്ത്, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവിടെ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും BJP-കാരോ BJP അനുഭവമുള്ളവരോ അല്ലെങ്കിൽ മോദിയെ കാണണമെന്ന ആഗ്രഹത്തിൽ വന്നവരോ അദ്ദേഹത്തോട് സ്നേഹമുള്ളവരോ അല്ലെങ്കിൽ ആരാധനയുള്ളവരോ ഒക്കെയാണ്. പിന്നെ കുറേ മാപ്രകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. വേലയും കൂലിയും ഇല്ലാത്ത കുറേ മാപ്രകൾ. അപ്പോൾ ഞാൻ വേലയും കൂലിയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ശതമാനത്തിനും ശമ്പളം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല. പല ചാനലുകളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും മാസങ്ങളായി ശമ്പളം തന്നെ കിട്ടിയിട്ട്. പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് ഇതേപോലെ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മാത്രം മലയാളി അത് തിന്നോളും എന്നവർക്ക് നന്നായിട്ടറിയാം. നമുക്കെല്ലാം ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണല്ലോ ഇമാരി ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വിചിത്രമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അനുവാന്റണിയുടെ തോളിൽ ആഞ്ഞു തട്ടി BV രാജേഷിനെ അങ്ങ് ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്തു ശ്വാസം മുട്ടിക്കുന്നു. പിന്നെ കൈപിടിച്ച് ഞെരിച്ച് ഉയർത്തുന്നു. ശ്രീലേഖനെ കണ്ടില്ല, ശ്രീലേഖ മാറി നിന്നു. ശ്രീലേഖ മോദിയെ കാണാനായിട്ട് ചെന്നില്ല. പിന്നെ മുരളീധരൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ കൈ കൊടുത്ത് പോകുന്ന കൂട്ടത്തിൽ സുരേന്ദ്രൻ ഇടയ്ക്ക് നിന്നിട്ട് സുരേന്ദ്രൻ്റെ കൈ കൊടുത്തില്ല. സുരേന്ദ്രൻ്റെ ഇപ്പുറത്ത് നിന്ന വനിതയ്ക്ക് കൈ കൊടുത്തില്ല. നരേന്ദ്രമോദിയുടെ കാല് തൊടാൻ പോയ ആശാനാഥിനെ അതിൽ നിന്ന് തടഞ്ഞു. തിരിച്ച് അദ്ദേഹം തറയിൽ തൊട്ട് വന്നിരിക്കുന്നു, അതിനനുവദിച്ചില്ല. അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് ഇവിടെ വേലയും കൂലിയും ഇല്ലാത്ത ഈ മാപ്രകൾ പടച്ചു വിട്ടത് കഴിഞ്ഞ ഒരു ദിവസം. ഇത് വെച്ചുകൊണ്ട് ആർക്ക് എന്ത് ഗുണം കിട്ടുന്ന കാര്യം? അവരുടെ പാർട്ടി പരിപാടി. ഇതൊക്കെ നടന്നാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നിങ്ങൾക്കെന്ത് മാപ്രകളെ? എന്തായാലും ഇതിലൊക്കെ സന്തോഷിക്കുന്ന ഒരാളുണ്ട്, ആശ്വസിക്കുന്ന ഒരാളുണ്ട്. അത് സുരേഷ് ഗോപിയാണ്. നേരത്തെ ഇവന്മാർക്ക് അങ്ങേരുടെ പിന്നാലെ നടക്കാൻ മാത്രമേ നേരമുള്ളായിരുന്നു. അങ്ങേര് പപ്പടം പൊടിച്ചു, ശബ്ദമുണ്ടാക്കി പൊടിച്ചു കഴിയും, ഇല വെള്ളം ഒഴിച്ച്, അതും മിനറൽ വാട്ടർ ഒഴിച്ചു ഇല വൃത്തിയാക്കി. പിന്നെ കേക്ക് മുറിക്കുന്നതിന് മുന്നേ കൈ കഴുകുന്നതിന് മുമ്പേ ഒരു വൃത്തിക്ക് കൈ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് കൈ കഴുകിയത്. പിന്നെ ഇരുന്നപ്പം കുഷ്യൻ പോരാ, അതുകൊണ്ട് അദ്ദേഹം മാറി വേറെ സീറ്റിലിരുന്നു. പിന്നെ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വിനീതനായിട്ട് ഒരാൾ നിൽക്കുന്നു. തമ്പ്രാൻ മനസ്ഥിതിയാണ്. എന്തൊക്കെ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് ഇവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അവരെല്ലാവരും കൂടെ ശ്രീലേഖയുടെ പിന്നാലെയാണ്. ഓരോ വിവാദം ഉണ്ടാക്കുന്നു, പിറ്റേ ദിവസം അവർ നിന്നിട്ട് അതിന് വിശദീകരണം കൊടുക്കുന്നു. എന്തൊരവസ്ഥയാണെന്ന് ഓർക്കുക. ഇത് സുരേഷ് ഗോപിക്കും ശ്രീലേഖയെ പോലെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഈ നമ്മുടെ ഇവിടുത്തെ നടപ്പ് സാമ്പ്രദായികമായിട്ടുള്ള രാഷ്ട്രീയ രീതിയൊന്നും അറിയില്ല. കാരണം ഇവരൊന്നും രാഷ്ട്രീയക്കാരായിരുന്നില്ലല്ലോ. ഇവരൊക്കെ നല്ല സമയത്ത് അവരുടെ മേഖലയിൽ നന്നായിട്ട് പണിയെടുത്തു, നല്ല വെല്ലുവിളിച്ചത്തിൽ നിന്നതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന സമയത്ത് കുറച്ച് സേവനം കൂടി ചെയ്യാം എന്ന ധാരണയിൽ രാഷ്ട്രീയക്കാരായവരാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. പക്ഷേ അപ്പോഴും ആ ഒരു പരിചയക്കുറവ്, ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു നയതന്ത്രം, ഇതിൻ്റെയൊക്കെ കുറവ് ഇതുപോലുള്ള ആളുകൾക്കുണ്ട്. ഇപ്പോൾ VD സതീശനോ പിണറായി വിജയനോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ, ഇനി ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുരളീധരനോ ശോഭാ സുരേന്ദ്രനോ, എന്തിന് നരേന്ദ്രമോദി, ഇവരെ പോലുള്ളവർക്ക് വേദി അനുസരിച്ച് വേദി അറിഞ്ഞ് പെരുമാറാൻ അറിയാം. അത് കണക്ക് നിൽക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് അദ്ദേഹം ഇന്നലെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അവിടെ എല്ലാം പക്ക
ആ പ്രധാനമന്ത്രി എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും. അവിടെ രാഷ്ട്രീയക്കാരൻ അല്ല, ഒരു രാജ്യത്തിൻ്റെ തലവനാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമായിരിക്കും, ശരീരഭാഷയായിരിക്കും. അവിടെ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള സ്നേഹപ്രവർത്തനമൊന്നും മുതിരില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ, തന്നെക്കാൾ മുതിർന്ന ആൾ ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ അടുത്തല്ല, കുറച്ച് മാറിയാണ് ഇരുന്നത്. പിണറായി വിജയനാണ് നരേന്ദ്രമോദിയേക്കാൾ പ്രായത്തിന് മൂത്തത്. അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പിണറായി വിജയനുണ്ട്. അത്തരം യാതൊരു പ്രശ്നവും ഇല്ലാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ കുറേ നേരം ഒരു വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ അകത്ത് തൂങ്ങിപ്പിടിച്ചുകൊണ്ട് ആളുകളെ കൈവീശി കുറേ ദൂരം ഇങ്ങനെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്നലെ എന്നല്ല എത്രയോ തവണ നമ്മുടെ പ്രധാനമന്ത്രി അനായാസമായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും SPG മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യാൻ മടിയുമില്ല. നല്ല ആരോഗ്യത്തോടെ നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യനാണ് ഇപ്പോഴും ഈ 80 വയസ്സിനോട് അടുത്തോണ്ട് ഇരിക്കുമ്പോഴും നരേന്ദ്രമോദി. പക്ഷേ അതല്ല പിണറായി വിജയൻ്റെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നതുകൊണ്ടാവാം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് പിണറായിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയത്. ഒരു 3-4 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇവിടുത്തെ കമ്മികൾ തള്ളി മറിച്ചേനെ. പിണറായി കണ്ടപ്പോൾ പേടിച്ചിട്ട് നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് വിളിച്ച് കൊണ്ടിരുത്തിയതാണ്, പിണറായിയാണ് കിടു എന്നൊക്കെ പറഞ്ഞവർ സ്റ്റാറ്റസ് ഇട്ടേക്കെ. ഇപ്പോൾ പിന്നെ അവർക്ക് പോലും പിണറായി ഇത്രയ്ക്ക് ഉള്ളത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അത്തരം ഒരു സാഹസത്തിന് അവർ മുതിരാകുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രായത്തിന് മൂത്തത് എന്നുള്ളൊരു ബഹുമാനവും ഒരു മാനുഷിക പരിഗണന കൂടി കൊടുത്താണ്. കാരണം താൻ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്. പിണറായി അങ്ങനെയല്ല, ഇപ്പോഴും ചികിത്സയും മരുന്നുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ അടുത്ത് മുഖ്യമന്ത്രി ഇരിക്കണം, പകരം അദ്ദേഹം അപ്പുറത്തോട്ട് മാറിയാണ് ഇരുന്നത്. ഒരു പക്ഷേ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അദ്ദേഹം തന്നെ എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറയുന്ന മാനവികതയും മാനവ സ്നേഹവും മനുഷ്യത്വവും ഒക്കെയാണ്. അപ്പോൾ അതല്ലാതെ അവിടെ യാതൊരു തരത്തിലുള്ള ഇവർക്ക് വാർത്ത കൊടുക്കാൻ പറ്റിയ യാതൊന്നും ഈ ഒഫീഷ്യൽ പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല. കാരണം അവിടെ ഒരു സർക്കാർ പരിപാടിയിൽ എന്താണോ നടക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ അവിടെ നടക്കുന്നു. അതിനുശേഷം മിനിറ്റുകൾക്കുള്ളിൽ ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ പാർട്ടി പരിപാടിയാണ്. അവിടെ ചിലപ്പം ചില ആളുകളെ അവർ നേരത്തെയുള്ള അവർ തമ്മിലുള്ള പരിചയം അടുപ്പം ഒക്കെ ആയിരിക്കാം. അപ്പോൾ ചിലരെ കൈപിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കൈപിടിച്ച് നിൽക്കും. ചിലരോട് ഒന്ന് ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തലകുലുക്കലോ അല്ലെങ്കിൽ ഒരു ഹായ് പറച്ചിലോ കാണത്തുള്ളൂ. ചിലരോട് കുറച്ച് നേരം കൂടുതൽ സംസാരിച്ചിരുന്നിരിക്കും. ചിലരെ കെട്ടിപ്പിടിച്ചെന്നിരിക്കും. ചിലർ കാല് തൊട്ട് വന്നിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം ആരെ കൊണ്ടും ചെയ്യിക്കാറില്ല. ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന വികാരങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് ഇങ്ങനെ ചെകഞ്ഞ് വിവാദമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് വേറെ വേലയും കൂലിയും ഒന്നുമില്ല, അല്ലെങ്കിൽ മറ്റൊരു പണിയും ഇവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത് നടക്കുന്നത്. ഇതുകൊണ്ട് നമുക്കെന്ത് ഗുണം? മലയാളിക്ക് എന്ത് ഗുണം ഈ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട്? ഇവന്മാർക്കും ഗുണമുണ്ട്, അവരുടെ മുതലാളിമാർക്ക് ഗുണമുണ്ട്. ഇത്തരം വാർത്തകളില്ലെങ്കിൽ അവർക്ക് വായനക്കാരും കിട്ടത്തില്ല, അവർക്ക് കാശും കിട്ടത്തില്ല അവരുടെ മുതലാളിമാർക്ക്. അതുകൊണ്ടാണ് അവന്മാർ ഇത്രയും വാർത്തകൾ പടച്ചുണ്ടാക്കുന്നത്. പക്ഷേ അതിൽ പെട്ടുപോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇവന്മാർ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ചിന്ത വരണം. എങ്കിൽ മാത്രമേ ഇത്തരം വാർത്തകൾ അവഗണിക്കാൻ നമ്മൾ പഠിക്കുകയുള്ളൂ. കൃത്യമായും അത് നമ്മൾ പതുക്കെ അവഗണിക്കുക തന്നെ വേണം.